എന്റെ പൊന്നു മക്കളെ, ദൈവം നേരിട്ട് കൊണ്ടു തന്ന ഒരു ചാൻസ് ആണിത്. ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഒരു സ്ത്രീലമ്പടനായിരുന്നു. രഹസ്യവേഴ്ചയിൽ ഒരു ജാരസന്ധം. അതിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എടോ, രഹസ്യം പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന നാണക്കേട് കാരണം അങ്ങേര് തന്നെ ആ ചക്കനെ തട്ടിക്കാണും. കേരള മുഖ്യമന്ത്രി ശ്രീ M.K. വാര്യരുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന കുമാരന്റെ തിരോധാനത്തെ ചൊല്ലിയുണ്ടായ ബഹളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇല്ലല്ലോ ഇത് പറയാൻ. ഒരു മാസം ഇവിടെ താമസിപ്പിച്ചിട്ടും ഒരിക്കലെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ? എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യത പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ. ദൈവമേ, ചതിനാണ് നിങ്ങൾ, നീചനാണ്. ഇനി ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം? വേണ്ട, ഈ മുഖം എനിക്കിനി കാണണ്ട. മീനാക്ഷി, 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 നാറാനുള്ളത് നാറി. ആ ചെറുക്കൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? മനുഷ്യനോട് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എടാ മോനെ, നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നെന്ന് അറിയാമോ? മുഖ്യന്റെ മകനാണ് കുമാരനെന്ന് നാട് മുഴുവൻ പാട്ടായി. പിന്നെ നിന്നെ 3-4 ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. അതിനുശേഷമാവാം ഭാവി പരിപാടികൾ. ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല. കേട്ടതെല്ലാം സത്യമാവണമെന്നില്ല. അയാളുടെ കൂടെ തന്നെ നിന്നോ? ഞാൻ ആരുടെ കൂടെ ഇല്ല. പിന്നെന്താ അയാൾ രാജി ആവശ്യപ്പെടുന്നത്? മുഖ്യ രാജിവെക്കണം. അച്ഛാ, മരുന്ന് കഴിക്കേ. എല്ലാരും കൂടെ കയറി മുറിച്ച മനസ്സിന്റെ നൊമ്പരം മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ. അവൻ എവിടെയുണ്ട്, ജീവനോടെ ഉണ്ടോ എന്നുപോലും അറിയില്ല. എല്ലാരും കാണുക മറയില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും അച്ഛന് കഴിഞ്ഞില്ല. കണ്ടു കൊതി തീർന്നില്ല. അതിനു മുമ്പ് എനിക്ക് വ്യക്തിപരമായി വാര്യരോട് യാതൊരു വിരോധവുമില്ല എന്ന് കരുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാമോ? ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനിയും അയാൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ടാ. ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടായിട്ട് ആരംഭിക്കാം. ആദർശവാനായ ആ ദയവഞ്ചകന്റെ ദരിദ്രം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അധികാരം അത്തുപിടിച്ച ആ കൊലയാളിയെ ഇരുമ്പഴിക്കുള്ളിലാക്കുക എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. M.K. വാര്യർ അധികാരം ഒഴിയുക. വാര്യർ അധികാരം ഒഴിയുക. നാട്ടുകാരുടെ ചീത്ത കേട്ട് മടുത്തു. അതിനകത്ത് കയറി ഒളിച്ചിരുന്നാ മതിയല്ലോ. എപ്പറ്റി നോക്കുമ്പോൾ നോക്കുന്നത് എന്തിനാ അളിയം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ആ ചെറുക്കൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അവസാനം പോലീസ് വന്ന് ശവം മാന്തി എടുത്ത് വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകണമായിരിക്കും, കൈവിലങ്ങും വെച്ചോണ്ട്. അമ്മാവാ, അച്ഛനെ വഴക്ക് പറയാൻ അമ്മാവിനാരെ അധികാരം തന്നത്? ഇവിടെ കഴിയാൻ ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. മൂക്കറ്റം കുടിച്ചിട്ട് പാതിരാത്രി കയറി വന്നാൽ പോലും അമ്മാവിനോട് സ്ഥിരമായിട്ടൊരു ദേഷ്യം അച്ഛൻ ഇന്നുവരെ കാണിച്ചിട്ടുണ്ടോ? ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് സാവധാനം പറയാന്ന് കരുതി. അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഇന്നും ഒരു കുഞ്ഞാണ്, പിച്ചു വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ്. ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ വേദന അമ്മാവനറിയില്ല. ഒന്നുറക്കെ കരയാൻ പോലും എന്റെ അച്ഛന് പറ്റുന്നില്ല. എന്റെ ഏട്ടൻ ഒന്നും വരുത്തല്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന. അമ്മയോടും ഞങ്ങളോടും അമ്മാവനുള്ള അതേ സ്നേഹമാണ് എനിക്ക് എന്റെ ഏട്ടനോടും. ഞാൻ എന്താവശ്യപ്പെട്ടാലും അമ്മാവൻ നിറവേറ്റാറില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനെ വേണം. എന്റെ ഏട്ടനെ
കരയാതെ കരയാതെ മക്കളെ, കരയാതെ. നിന്റെ കുമാരേട്ടനെ ഈ അമ്മാവും കൊണ്ടുവന്നു തരാം. കരയാതെ. രക്ഷിക്കാനായി കുമാരൻ എന്ന സാധു യുവാവിനെ നിഷ്കരണം കൊല ചെയ്ത മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോർജ് ആന്റണിയുടെ മുന്നിൽ അണിനിരക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നാളെ സംസ്ഥാന ബന്ദ്. കുമാരന്റെ തിരോധാനം ഒരു കൊലപാതകമാണെന്നും അതിന് ഉത്തരവാദിയായി മുഖ്യമന്ത്രി ശ്രീ MKS വാര്യർ തലസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ നാളെ ബന്ദ് ആചരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും ബന്ദ്. ഇത്രയ്ക്കും ക്രൂരത പാടില്ല പെങ്ങളെ. എല്ലാ തെറ്റുകളും ആവർത്തിച്ചേറ്റു പറഞ്ഞ് എത്രയോ പ്രാവശ്യം ആ മനുഷ്യൻ ക്ഷമ ചോദിച്ചു. പക്ഷെ നിങ്ങൾക്കിപ്പോഴും വിശ്വാസം പുറം ലോകത്തെയാ. ആ പാവത്തിനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഇനിയും അളിയോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാൻ ഭാവമെങ്കിൽ ആയിക്കോ. പക്ഷേ അത് അധികം നാൾ നീണ്ടു നിൽക്കില്ല. മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ജോർജ് ആന്റണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും. പെൺവാണിബ് എന്ന് പറഞ്ഞ് ഇവനല്ലേ പാർട്ടിന്ന് പുറത്താക്കിയത്. എന്നിട്ടിപ്പം മുഖ്യമന്ത്രിയോ? നമ്മുടെ നാടിന്റെ ഓരോ ഗതികേട്. നിങ്ങളെപ്പോലെ തന്നെ കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട്. മുഖ്യമന്ത്രി വധത്തിനു വേണ്ടി ഇവൻ മനപ്പുറൊരുക്കിയ നാടകമല്ലേ ഇത്? ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട്. ഒരിക്കൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും. അതേ കണ്ടോ, എന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ടേ അടങ്ങൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പിടിവാശി. കാരണം നിന്നെ നിന്റെ അച്ഛൻ തന്നെ കൊന്നതാണെന്നാ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. വെറുതെ എന്തിനാ അവരുടെ വിശ്വാസം തെറ്റിക്കുന്നത്? നീ കരുതുന്നത് പോലെ ഞാൻ അത്ര ക്രൂരനൊന്നും അല്ല കുട്ടാ. ദേ, ഞാൻ അധികാരത്തിൽ വന്നാലേ നിനക്കൊരു രക്തസാക്ഷി മണ്ഡപം പണിത് തന്നേക്കാം മോനെ. പക്ഷെ അതിനു മുമ്പ് നിന്റെ ശവം കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ തള്ളണം. വേഗം വിട. ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇൻകം ടാക്സ് റൈഡാണോ? അല്ല, ഇൻട്രസ്റ്റിംഗ് റൈഡാണ്. ഞങ്ങളുടെ ചെറുക്ക ഇതിനകത്തുണ്ട്. ഏത് ചെറുക്കൻ? പിടിച്ചു മാറ്റണം അവരെ.
കുമാരനകത്തുണ്ട്. ഇവന്മാരെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ഇടിച്ച് കയറിക്കോ, ചെല്ലേ. പൊറിഞ്ഞു വെട്ടി, തോതിലടക്കി, കയ്യിൽ ചുറ്റി, അതിലടിച്ചു, കരിലടക്കി. കുമാര, പാപ്പച്ച. ബാറ്ററി ഡൗൺ ആയോ? ചാർജ് ചെയ്യാം. അച്ചുവേട്ടാ, 2 എണ്ണം അടിച്ച് പൂന്ത് വിളയാടേ. മുളക് അറിയാ, ഇത് ഞാനാ. നമ്മുടെ കുമാരനെ കണ്ടു കിട്ടി. ഇത്രയും കാലം ഈ നാടിനെ സേവിച്ചതിന് നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും തന്ന സൽപ്പേര് ധാരാളം മതി. ഇതെന്റെ ചോരയാണ്. ഒരിക്കൽ പോലും വേദനയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ മകനാണ്. നമസ്കാരം. അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പെണ്ണ് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ മകന് വേണ്ടി പെണ്ണ് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്.